സുഹൃത്തുക്കളെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് ഈ പറയുന്നത് പിന്നെ ഗ്രൗണ്ട് ഓർക്കിഡിനെ പറ്റിയാണ് കേട്ടോ. ഗ്രൗണ്ട് ഓർക്കിഡ്, അതുപോലെ തന്നെ ഈ ആന്തൂറിയം ഗ്രൗണ്ട് ഓർക്കിഡൊക്കെ നമ്മളിവിടെ ഈ ഒരു തണൽ ഷീറ്റ് തണൽ കിട്ടാൻ വേണ്ടി ഒരു ഷീറ്റ് വിരിച്ചിട്ടുണ്ട്. അതിൻ്റെ അടിയിലാണ് ഈ ഗ്രൗണ്ട് ഓർക്കിഡ് വെച്ചിട്ടുള്ളത് കേട്ടോ. ഗ്രൗണ്ട് ഓർക്കിഡ് നമ്മളടുത്ത് പല കളറുണ്ട്, ഒരു 6 കളറുണ്ട്. അപ്പോൾ അത് തൈകൾ ഉണ്ടാക്കാൻ എളുപ്പമാണ് കേട്ടോ. അതിൻ്റെ തൈകൾ ഉണ്ടാക്കിയെടുക്കാൻ നമുക്ക് ഇതിൻ്റെ ഇങ്ങനെ തൈകൾ കണ്ടില്ലേ, ഇതിൻ്റെ ഈ ബൾബുകൾ എൻ്റെ മാതിരി ഒരു ഉണ്ട ഒരു ഭാഗം ഉണ്ട്, ഈ ഭാഗം. പിന്നെ ഇത് കണ്ട് പറിച്ചെടുത്തിട്ടാണ് നമ്മൾ വേറെ പറിച്ച് നടുക കേട്ടോ. അപ്പോൾ പെട്ടെന്ന് പറിച്ച് നടാൻ എളുപ്പമുള്ളൊരു ചെടിയാണ് ഈ ഗ്രൗണ്ട് ഓർക്കിഡ്. അതുപോലെ തന്നെ നമുക്ക് ഒരുപാട് തൈകൾ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. ഇതിലിപ്പോൾ ഒരു 10-20 തൈകളുണ്ട് കേട്ടോ ഈ ഒരൊറ്റ അടിയിൽ. അതുപോലെ തന്നെ എല്ലാത്തിലും ഉണ്ട് 20-25 തൈകൾ. നമ്മളിതിങ്ങനെ പെട്ടെന്ന് പറിച്ച് ഇങ്ങനെ മാറ്റിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് തൈകൾ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അതുപോലെ തന്നെ തൈകൾ പിരിച്ച് നട്ടില്ലെങ്കിൽ ഇത് പൂവിടാനും വൈകും കേട്ടോ. ഇത് ഇപ്പോൾ കണ്ടില്ലേ, ഇതൊക്കെ നമ്മളിപ്പോൾ പിരിച്ച് നട്ടതാണ്. ഈ നട്ട് ഒന്ന് കണ്ട് വലുതാകുമ്പോൾ തന്നെ അതിൻ്റെ പൂക്കൾ വരാൻ തുടങ്ങും കേട്ടോ. പിന്നെ നമ്മൾ ഇതേമാതിരി ഇങ്ങനെ നിർത്തിയിട്ടുണ്ടെങ്കിൽ പൂക്കൾ ഉണ്ടാവില്ല, അങ്ങനെ വെറും ഓലകൾ മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇതിൻ്റെ പല കളറും ഹൈബ്രിഡൊക്കെ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ ഹൈബ്രിഡാണിത്. ഇതിൻ്റെ ഇല കാണുമ്പോൾ തന്നെ നമുക്ക് കാണാം. അതിൻ്റെ പൂലും ഒക്കെ ഒരു വലിപ്പം കൂടുതലും ഭംഗിയുണ്ട് കേട്ടോ. ഇതൊക്കെ ഹൈബ്രിഡാണ്. ഇതും അതുപോലെ ഇത് പണ്ട് കാലത്ത് നമ്മൾ എല്ലാ വീട്ടുകളും ഉണ്ടായതാണ് ഈ ഓല നീണ്ട ഒരു സൈസ്. മറ്റത് വലിയൊരു വലിപ്പം ഉണ്ടാവില്ല കേട്ടോ. ഓലക്ക് ഓല ചെറിയ ഓലകളായിക്കാറും. അതുപോലെ തന്നെ നമ്മളിവിടെ ആന്തൂറിയങ്ങളുണ്ട് കേട്ടോ. ആന്തൂറിയം പ്രാവശ്യം ഇത്ര ഒരു ശരിയായിട്ടില്ല. നമ്മൾ പെട്ടെന്ന് പറിച്ച് ചെറിയ പിരിച്ച് ഒക്കെ നട്ടിങ്ങനെ ഉഷാറായിട്ട് വരണുള്ളൂ കേട്ടോ. ഒന്നാമതിന് നല്ല തണുപ്പുള്ള സ്ഥലമാണ് ആന്തൂറിയത്തിന്. തണുപ്പുണ്ടെങ്കിൽ അതിൻ്റെ ആ പൂവിടലും വളർച്ചയൊക്കെ കറക്റ്റ് ആവുള്ളൂ. ഇത് നമ്മളിപ്പോൾ ഒരു റെഡ് കളറാണ് കേട്ടോ. ഇത് നമ്മളിപ്പോൾ മാറ്റി നട്ടിട്ട് ഇപ്പം ഇങ്ങനെ ഉണ്ടായി വരണുള്ളൂ. നല്ല കരുത്തോടെ വളരുന്നുണ്ട് കേട്ടോ. ഒരു 4 കൊമ്പായിട്ടാണ് ഇത് നിർത്തുന്നത്. ഈ ഒരു കൊമ്പിനെ നമ്മൾ നീട്ടി അങ്ങോട്ട് വിട്ടിട്ട് 1 മീറ്ററോളം വലുതായിട്ട്, ഒരു 3/4 മീറ്റർ വലുതായിട്ട് അവിടെ ഉണ്ടാക്കിയിട്ട് നിർത്തുകയാണ് ചെയ്യുക. ഇത് ഇങ്ങനെ അടിയിൽ തന്നെ പോടും, ഒന്ന് വലുതാക്കി വിടും ചെയ്യും. അപ്പോൾ അത് അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിനുള്ള മെച്ചം ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഒരു 3/4 മീറ്ററോളം അങ്ങോട്ട് വലുതാക്കിയിട്ട് ഇങ്ങനെ വലിയ കമ്പുകളാക്കിയിട്ട് ഇങ്ങനെ നിർത്തിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ ഒരു ഉണ്ടായിട്ട് ഇങ്ങനെ നല്ല ഭംഗിയോടുകൂടി നമുക്ക് പൂക്കളുള്ള ഇത് ഉണ്ടാക്കിയെടുക്കട്ടോ. അതിൻ്റെ ഒരു കൊമ്പ് ഇങ്ങനെയാണ് നീട്ടിയിട്ട് ഒരു 3/4 മീറ്റർ അങ്ങോട്ട് നീട്ട്, പിന്നെ അതിൻ്റെ തൂമ്പൊന്ന് നുള്ളി കൊടുത്തിട്ടുണ്ടെങ്കിൽ പുതിയ നാമ്പുകളൊക്കെ വന്ന് ഇങ്ങനെ ഇതേമാതിരി നല്ല ബൊക്കമാതിരി ഇങ്ങനെ നിൽക്കും കേട്ടോ. നല്ല എല്ലാ ഇതിലും ഇത് പൂക്കളുണ്ട്. ഇത് പൂവ് ആയതാണ്. ഇത് മൊട്ട് വരണുണ്ട്. പിന്നെ വിരിയാനുള്ള ഇതുണ്ട്. അങ്ങനെ എപ്പോഴും ഇതിന്മേൽ പൂവ് വയ്ക്കാറ്. ഈ ഒരു സൈഡ് ഇത് കണ്ടില്ല, ഈ ഒരു സൈഡിൽ ഇങ്ങനെ മൊത്തത്തിൽ പൂവായിട്ട് വരണുള്ളൂ. ഇത് കണ്ടില്ലേ, ഇത് ഒക്കെ മൊട്ടുകളാണ് ഇത് വരുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് ഇത് അങ്ങനെ വലിയൊരു ഒരിത് മോൾ ഭാഗം ഇങ്ങനെ അടിഭാഗത്ത് ഇങ്ങനെ വളരാനയക്കാതെ ഒരു ഇതായിട്ട് നല്ല ഉയർത്തി അങ്ങോട്ട് വിട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. ഈ ഒരു വഴുതനങ്ങ വരെ ഇതിനൊരു അഭംഗി വരുന്നുണ്ട്. വഴുതനങ്ങക്ക് നമുക്ക് നല്ല കായ കിട്ടുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ആ വഴുതനങ്ങ നമുക്ക് ഒഴിവാക്കാൻ പറ്റില്ല. നല്ല നമുക്ക് ഓരോ പറിക്കും ഒരു ഉപ്പേരിക്കുള്ള തൈമെന്ന് കിട്ടുന്നുണ്ട്. ഇതിൻ്റെ അവിടെ അടിഭാഗത്തും മുകളിലൊക്കെ നല്ല കായകളുണ്ട് കേട്ടോ. ഏകദേശം ഒരു 1.5 കിലോളം കായപ്പോൾ പറിക്കാനുണ്ടായിരുന്നു.
അപ്പോൾ ഞാനിന്ന് ഇതൊരു ചെറിയൊരു വീഡിയോ ആണ് കേട്ടോ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കമൻറ്റ് എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ കമൻറ്റ് രൂപത്തിലൊന്ന് അറിയിക്കുക കേട്ടോ. കമൻറ്റ് ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഞാൻ ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. ഞാൻ പുതിയൊരു വീഡിയോ ആയിട്ട് നാളെ കാണുന്നത് വരെ എല്ലാവർക്കും നമസ്കാരം.